സോഷ്യൽ മീഡിയയിൽ ഇന്ന് എവിടെ നോക്കിയിരുന്നാലും കാണുന്ന ഒരു മഹാസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി. ഇന്ന് ഞാൻ അവിടെ ചെല്ലുവാനിടയായി. എനിക്കവിടെ ചെന്ന് കണ്ടപ്പോൾ തോന്നിയത് എന്തൊക്കെയോ നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്ന ഒരു ഫീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് തന്നെ ഒരു അദ്ദേഹത്തെ ഒടിച്ച് ഇരുത്തിയതാണോ എന്ന് പോലും സംശയം. എന്നാൽ അതിനകത്ത് ആ ബോഡി ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലാണ്. സത്യമാകാം, അസത്യമാകാം. ഈ അമ്പലത്തിനകത്ത് എങ്ങാനും പുള്ളിയെ മറവ് ചെയ്തോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പോയപ്പോൾ ആദ്യം പോകുമ്പോൾ അവരുടെ മകൻ വാതിൽ തുറക്കാതെ അകത്തായിരുന്നു. മൂത്ത മകനും തോന്നുന്നു. അമ്മയും മകനും ഒരു മോനും മോളും ആശുപത്രിയിലായിരുന്നു. എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നു. ചുറ്റുപാടുള്ളവർക്ക് ഒന്നടക്കം പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹം സമാധിയായോ, അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയണമെന്നുള്ളത് തന്നെയാണ്. അത് സത്യമായ കാര്യം തന്നെ. പിന്നെ ഇവരെ പിരികേറ്റി വിടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഹിന്ദുവും മുസൽമാനും തമ്മിൽ അടിയുണ്ടാക്കി അവരെ ചേരി തിരിച്ച് വലിയ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഒരു പ്രയോജനമില്ലെങ്കിൽ പോലും ഇത്തരക്കാരാണ് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതവിടെ തോന്നി. കുറച്ച് സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിഞ്ഞു. എന്തു തന്നെയായിരുന്നു നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അദ്ദേഹം മരിച്ചു മൺമറഞ്ഞു പോയെങ്കിൽ, അല്ലെങ്കിൽ സമാധിയായെങ്കിൽ നമ്മുടെ നാട്ടിനാണ് പേരും പ്രശസ്തിയും. അത് സത്യമാണെങ്കിൽ മാത്രമാണ്. എന്തു തന്നെയായിരുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ആ ചുറ്റുവട്ടത്ത് 2-3 പേരെ കാണുവാൻ കഴിഞ്ഞു. അതിലെ അവരുടെ മൊഴിയും അവർ പറയുന്ന കാര്യവും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ നെയ്യാറ്റിൻകര DSP സാറ് വന്നു. അപ്പോൾ ഒരുപാട് പോലീസുകാരൊക്കെ വന്നിട്ട് കുറേ നേരമൊക്കെ അവർ കുറേ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നാളെ ഇത് പൊളിക്കുവാൻ സാധിക്കുമെന്നാണ്. അവിടെയും നാളെ പൊളിക്കില്ല എന്ന് 1-2 പേര് പറയുന്നതായിട്ട് കേട്ടു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും അതൊന്ന് കാണുക. അവരുടെ ഒരു മകൻ്റെ മൊഴി കേൾക്കാം. അതുപോലെ തന്നെ നമ്മളെ അയൽവാസിയായ അദ്ദേഹത്തിൻ്റെ മൊഴിയും നമുക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് സോപാനം അതും കരിങ്കല്ലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 ദൂരപാലരിപ്പുണ്ട്, അതും കരിങ്കല്ലിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് കരിങ്കല്ലിലുള്ള ഇതാണ്. അപ്പോൾ അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ പണികൾ കംപ്ലീറ്റ് ആക്കി പുറത്തുള്ള പണികൾ. അതിലിനി കുറവായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചുറ്റുമുള്ള പണിയുണ്ട്. പിന്നെ നമസ്കാരം കുറവായിട്ടുള്ളത്. ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിച്ചിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തിൽ വളരെ കാലങ്ങളായി ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഞാൻ ആ ചന്ത 1 വർഷം ലേലം പിടിച്ചിരുന്നു. അപ്പോഴും ഇദ്ദേഹം ചുമട്ടുതൊഴിലാളിയാണ്. പിന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്ന വസ്തുവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് കുറേ കാലങ്ങളായി ഇദ്ദേഹത്തെ കാണാനില്ലാതിരുന്നു. ഇദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒടുവിലാണ് അറിയുന്നത് തമിഴ്നാട്ടിലേതോ ഒരു ജീവിതം കിട്ടി അങ്ങനെ. പക്ഷേ ഒരു കാര്യമുള്ളത്, എന്തായാലും ശരി, അദ്ദേഹം കുറച്ച് വിവരമുള്ള ആളായിരുന്നു ഇതിനെക്കുറിച്ച്. ആദ്യത്തെ കഥയല്ല, പോയിട്ട് വന്നതിന് ശേഷമുള്ള കഥ. കുറച്ച് വിവരമായിട്ടൊക്കെ സംസാരിക്കും, എടുക്കും. ഈ നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് ഹിന്ദു ആചാരത്തിനെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ഷേത്രം വളരെ ബുദ്ധിമുട്ടി സ്വന്തം ഇതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രം പണിഞ്ഞത്. പിന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിലുള്ള സഹായ സഹകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യം എല്ലാ ദിവസവും തുറക്കുമായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക്, അപ്പോൾ ഇത് ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം നാട്ടിലുള്ള കുറച്ച് നല്ല, അതായത് ആളുകളൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ട്രസ്റ്റിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിവിടെ നിന്ന് വെളുപ്പാരാവിലെ ഒരു 3-3:30 മണിയാകുമ്പോഴത്തേക്ക് വളരെ ഉച്ചത്തിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെ അരോചകമായിരുന്നു. കാര്യം അവർക്ക് പഠിക്കുന്നതിന് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായി. അങ്ങനെ ഇവരൊക്കെ തന്നെ ട്രസ്റ്റി എടുത്ത് തന്നെ നമ്മൾ പരാതികൾ പറഞ്ഞു. അവർ തന്നെ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് 3:30 മണിക്കാണ് ഞങ്ങൾ പ്രതിഷ്ഠ നടത്തിയത്. എല്ലാ ദിവസവും 3:30 മണിക്ക് തന്നെ
ഈ മയക്ക് ഞങ്ങൾ ഇത് ഉപയോഗിക്കും, ഉച്ചഭാഷ ഉപയോഗിക്കും. എന്നാൽ അങ്ങനെ ഇവർ തമ്മിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെട്ട സമയത്ത് മാത്രമേ പൂജ നടത്തുള്ളൂ. രാത്രി ആദ്യം ഇയാളായിരുന്നു, രണ്ടാമത് മകനെ വെളിയിൽ അയച്ച് പഠിപ്പിച്ച് ഇതിൻ്റെ ക്ഷേത്ര ആചാരങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയുന്നു. പഠിച്ചിട്ട് വന്ന് അദ്ദേഹമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചത്. അദ്ദേഹമാണ് പിന്നെ പൂജ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ പൂജയ്ക്ക് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പൂജയുടെ ഇതിനു വേണ്ടി കൊടുത്തു കഴിഞ്ഞാലും അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും. രാത്രി പിന്നെ 1 മണിക്കും 2 മണിക്കൊക്കെ പൂജ നടത്താറുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ആളുകൾ പറഞ്ഞുള്ള അറിവാണ് നമുക്കുള്ളത്. അതൊന്നും ഒരു ഹിന്ദു ആചാരം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു നാഗരികാവ് ഉണ്ട്. നാഗരികാവ് ആദ്യം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ചെയ്ത ആ സ്ഥലത്താണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ അവർ. അദ്ദേഹം ഇപ്പം അതിനകത്തിരിക്കുന്നു എന്ന് പറയുന്ന സമാധി മണ്ഡപം, അവിടെയാണ് നാഗരികാവ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ അടുത്തുള്ളൊരു വ്യക്തി ഇത്രയും സ്ഥലം കൊടുത്തതാണ്. ഈ സ്ഥലത്താണ് അവർ നാഗരികാവ് വെച്ചത്. നാഗരികാവ് വെച്ചപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിന് അടുത്തുള്ള വസ്തുവൊന്നും കാര്യം ആരെങ്കിലും വാങ്ങിക്കാൻ എടുക്കാനൊക്കെ നാഗരികം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിട്ട് അങ്ങനെ പ്രയാസമായി. ഒടുവിൽ RDO ഒക്കെ വന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. ഒടുവിൽ എല്ലാവരും കൂടെ ചേർന്ന് സംസാരിച്ചൊരു മീഡിയേറ്ററൊക്കെ വന്ന് സംസാരിച്ചെടുത്താണ് പിന്നെ അതിനെ നമ്മൾ ഒഴിവാക്കി കിട്ടിയത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ച് ആരുടെയും മുഖത്ത് നോക്കുക, ആരുമായിട്ടും ബന്ധമില്ല. ഒരു ക്ഷേത്രം നമ്മൾ സ്ഥാപിച്ചു, നമ്മൾ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് തന്നെ സ്ഥാപിച്ചു. പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഇതായിട്ട് വെച്ച് അങ്ങ് ചെയ്താൽ പോരെ. അപ്പം ഇത് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉള്ളതാണ് ഒരു ക്ഷേത്രം എന്ന്. അതില്ലാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഇവരുമായിട്ട് കുറച്ച് ഇടയേണ്ടി വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് എന്തെങ്കിലും പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്? ഓണത്തിനൊക്കെ അവർ ഇവിടെ പൂജകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ അതൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിശേഷ ദിവസങ്ങളിലൊക്കെ നടത്താറുണ്ട്. അതൊക്കെയുണ്ട്, അതില്ലെന്നല്ല, അതൊക്കെ നടത്തുന്നുണ്ട്. അവസാനമായിട്ട് നാട്ടുകാർ ഈ സ്വാമിയെ ഒരു വർഷത്തോളമായി ഈ സ്വാമിയെ കണ്ടിട്ടുണ്ട് നാട്ടുകാർ. കാര്യം അദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. 1 വർഷത്തിന് മുമ്പേ ഇദ്ദേഹം കിടപ്പിലായിരുന്നു. ഒന്നും അറിയാം. വണ്ടികൾ രാത്രി പല സമയങ്ങളിലൊക്കെ ഇവിടുന്ന് കാറ് വരാറുണ്ട്. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനാണോ എന്താണോ നമുക്കറിയില്ല. കാറ് വരാറുണ്ട്, അങ്ങനെ പോകാറുണ്ട് എന്നൊക്കെ അറിയുന്നു. കാര്യം ആരുമായിട്ട് ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിക്കില്ല. അതുമാത്രമല്ല തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട്, പക്ഷേ അവരാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആരും ശ്രദ്ധിക്കില്ലത്. ശ്രദ്ധിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. ഞാൻ തന്നെ ഇതിപ്പോൾ നടന്നിരുന്ന എത്ര ദിവസമായി. ഞാൻ ഇന്ന് രാവിലെയാണ് ഇവിടെ വന്നത്. വന്നത് തൊട്ടപ്പുറത്താണ്. അപ്പം അവിടെ തന്നെ എൻ്റെ മക്കളും കാര്യങ്ങളും ഇവരുടെ ശേഷക്കാരനാണ്. ഇവരൊക്കെ വന്നിട്ട് ചോദിച്ചു, അതെന്താ മാമൻ പറയുന്നത്, അച്ഛൻ എന്താ അങ്ങോട്ട് പോകാത്ത? ഞാൻ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കാര്യം അത് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുള്ളതാണ്. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിക്കാനുള്ളത് പോലീസിനുള്ളതാണ്. പോലീസ് അന്വേഷിക്കട്ടെ. അപ്പോൾ നമ്മളവിടെ പോയി നിന്ന് അതിനൊരു ഇതുണ്ടാക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ, പിന്നെ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഇവിടെ പാലക്കാപ്പറമ്പ് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ മറ്റൊരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ അത് വേണു വന്നിട്ട് ഇങ്ങനെ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇവിടെ വന്നത് കാണിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷേത്രത്തിനും പാർട്ടിക്കും അതൊരു അപമാനമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വരാം. പക്ഷേ എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് പിന്നെ ഇവിടെ വന്നത്. അവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു അനിയനാണ് തോന്നുന്നത്, കൈയും കെട്ടി നിൽക്കുന്നത്. അദ്ദേഹം വളരെയധികം നിർബന്ധിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല, കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടും. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം പിന്നെ എന്തായാലും അതിൽ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ ആദ്യം ചുമട്ട് തൊഴിലാളി ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ആൾക്കാരുമായിട്ടുള്ള സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് നാട്ടുകാർ ഇവിടെ കൂടിയതും അദ്ദേഹത്തിനെ പറ്റി കാണാനില്ലാതെ പരാതി തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ഇതിനകത്തൊരു സത്യമുള്ളത് കാര്യം വേറൊന്നുമല്ല. കാര്യം ഇപ്പോൾ നമ്മൾ അപ്പം ഇവർ മകൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചാൽ കിടന്നിട്ട് ആരും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, അത് ക്ഷേമം അന്വേഷിക്കാൻ ആരും വന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരാൾ സുഖമായിട്ട് താമസിക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അയാൾ നല്ല സുഖമായിട്ടിരിക്കുമ്പോഴത്തേക്കോ ആരും അങ്ങനെ അന്വേഷിച്ചില്ല എന്ന് വരാം. പക്ഷെ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ടാണ്? അതും പ്രശ്നം ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. ഇവരിവിടുന്ന് കൃത്യമായിട്ട് അദ്ദേഹം സമാധിയായി ഒരു പൊതുപ്രവർത്തകനാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഇടങ്ങളിലും ആരോഗ്യ മേഖലകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ കിടപ്പ് രോഗി 1 വർഷത്തോളമായിട്ട് കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവരെ സൗജന്യമായിട്ട് നോക്കുന്ന ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു അത് വാർഡിലെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ ആരെങ്കിലും കാണാൻ ശ്രമിച്ചിരുന്നോ, വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അറിയാമോ? വീട്ടുകാരെ അനുവദിക്കണ്ടേ? ഇപ്പം തന്നെ കണ്ടില്ലേ മേഡം, കണ്ടില്ലായിരുന്ന കാര്യം ഇവിടെ നടന്ന സംഭവങ്ങൾ. കാര്യം ആരെയും കാണാൻ അനുവദിക്കില്ല, ഇവിടെ ഒരാളും കയറാൻ പാടില്ല. ഇതൊക്കെ അവരുടെ ആ ഒരു ധാർഢ്യമായ കാര്യങ്ങൾ നടക്കുന്ന. അത് മാത്രമല്ല
ഈ ക്ഷേത്രം നല്ല ക്ഷേത്രമാണ്, നന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആ രീതി അനുസരിച്ച് കണക്കോടുകൂടി തന്നെയാണ് ക്ഷേത്രം സ്ഥാപിച്ചത്. ആ ക്ഷേത്രത്തിനകത്ത് പോയി ദർശനം നടത്താൻ ഇവിടുത്തെ നാട്ടുകാർക്ക് അനുവാദം കൊടുക്കാത്തൊരു വീട്ടിൽ ഇദ്ദേഹം കിടപ്പ് രോഗിയാണ്, ഇദ്ദേഹത്തിന് ആരെങ്കിലും പോയി നോക്കാൻ നമുക്ക് പറ്റില്ല. അതിന് ആരെങ്കിലും അവിടെ നിന്നൊരു പരാതി വരണം. അവരെ ബന്ധുക്കളോ ആരെങ്കിലും അവർ അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മരുമകളോ ഒരു പരാതി വരികയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ കിടപ്പാണ്. അപ്പോൾ ഞങ്ങളെ അത് കൂടെ നിൽക്കുന്ന ആരെങ്കിലും അത് സമ്മതിക്കുന്നില്ല. എങ്ങനെ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ രോഗി ഉണ്ടായിരുന്നു. അത് ഇനി കൂടുതൽ എന്ത് കാര്യം? ഇപ്പൊ രോഗി കൃത്യമായിട്ട് ഇരുന്നില്ലേ, ഇരുന്ന് ഇതൊക്കെ അല്ല അത് പറയുന്നുണ്ടല്ലോ. അതിനിപ്പോ കോടതിയുടെ കയ്യിലുള്ളതല്ലേ. കോടതി എന്തായാലും തീരുമാനിച്ചല്ലോ. കാര്യം വെച്ചാൽ കൃത്യമായി ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടില്ല. അത് ആ സ്ഥിതിക്ക് കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവിച്ചെന്നുള്ള അറിയണമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തണം. അതിപ്പോ ഇത് തുറക്കും പറയാം അതിനകത്തുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനുള്ളതാണ്. അത് ഇവരെ കൃത്യമായിട്ട് വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ എവിടെ പോയി നിങ്ങൾ ഇതിനകത്തുണ്ടെന്നല്ലേ പറഞ്ഞേ, ഇപ്പം എവിടെ എന്ന് ചോദിക്കാനുള്ള ബാധ്യത പോലീസിനുള്ള. പോലീസ് കണ്ടുപിടിക്കും. അതറിയണം, നമുക്കും അറിയണം. നാട്ടുകാരെന്നുള്ളത് ഞങ്ങൾക്കത് അറിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല. കാര്യം ഇവരോട്ട് യാതൊരു ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്നേഹം തന്നെയാണ്, നമ്മളെ നാട്ടുകാരാണ്, സ്നേഹം തന്നെയാണ്. അവരാരും ഉപദ്രവിക്കുന്നുമില്ല. അവർ പിന്നെ ആരും മിണ്ടൂല എടുക്കില്ല, ക്ഷേത്രത്തിനകത്ത് കയറാൻ സമ്മതിക്കില്ല, എടുക്കുക, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അവരാരും ഉപദ്രവിക്കുന്നില്ല. അവർ കൃത്യമായിട്ടും എണ്ണയും തിരിയൊക്കെ വെച്ച് അവർ തന്നെയാണ് സൗകര്യമുള്ളപ്പം തുറക്കും. അവർ ക്ഷേത്രം 60 സൗകര്യമുള്ളപ്പം തുറക്കും, സൗകര്യമുള്ളപ്പം തുറക്കൂല, അത്ര തന്നെ അതവർ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് അതിനകത്ത് പിന്നെ വേറെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പരാതി ജനങ്ങൾ കൊടുത്തു, ഇവിടെ വന്നുകൂടി ജനങ്ങൾ തൊട്ടടുത്തുള്ള ഇവരെ ഈ ഗോപൻ സ്വാമിയുടെ കൂടെ തന്നെ അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്ന ഗോപൻ മണിയനെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെയാണ് ഗോപൻ സ്വാമിയായത്. ഗോപൻ സ്വാമിയുടെ കൂടെ ഇവിടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, അദ്ദേഹമാണ് കൃത്യമായിട്ട് ഇപ്പം പരാതി കൊടുത്ത് അതനുസരിച്ച് അപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടുകാർക്ക് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതിന് കൃത്യമായിട്ടും നമ്മളതിന് പിന്തുണ കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നടന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് 2 ദിവസത്തിനകത്തൊക്കെ ഇതിൻ്റെ ഏകദേശ രൂപം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു.